Dear students, Sreenarayanaguru Open University BCom second semester Business Mathematics and Statistics എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ടൈം വാല്യൂസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കാൽക്കുലേഷൻ ഓഫ് ആന്വിറ്റി വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അത് കേൾക്കാത്തവർ ആ ക്ലാസ് കേൾക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ഡിപ്രിസിയേഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? ഡിപ്രിസിയേഷൻ എന്താണ്? ഡിപ്രിസിയേഷൻ റെപ്രസെൻറ്റ്സ് എ പെർമനൻറ്റ് ഡിക്ലൈൻ ഇൻ ദ വാല്യൂ ഓഫ് അസെറ്റ്. ഒരു പെർമനൻറ്റ് ഡിക്ലൈന് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാവുന്നതാണ് ഡിപ്രിസിയേഷൻ. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളൊരു സാധനം വാങ്ങുകയും അത് കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യുകയും ചെയ്താൽ ആ യൂസ് ചെയ്ത കാലയളവിൽ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു ഡെലിവറി വർക്കിന് വേണ്ടിയിട്ട് 50,000 രൂപ കൊടുത്ത് ഒരു ബൈക്ക് വാങ്ങി. അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് പഴയതാകും, സ്ക്രാച്ചസ് വരും. ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുകയോ ചെയ്താൽ സ്ക്രാച്ചസ് വരും. അപ്പോൾ പിന്നെ ആഫ്റ്റർ 1 ഇയർ ഞാനത് റീസെല്ല് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും ഞാൻ എത്ര രൂപക്കാണോ വാങ്ങിയത് ആ പൈസക്ക് എനിക്ക് വിൽക്കാൻ സാധിക്കില്ല. അത് ചിലപ്പം 40,000 ഞാൻ വിൽക്കുക. അപ്പം അവിടെ എത്ര വാല്യൂ എത്ര കുറവ് വന്ന് 10,000 ആ ഒരു വാല്യൂ കുറയുന്നതിനാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ലോസ് എന്തുകൊണ്ടാണ് വന്നത്? വാല്യൂ ഓവർ ടൈം, ലോസ് ഇൻ വാല്യൂ ഓവർ ടൈം ആണ് അല്ലേ? ഓക്കെ, ഈ ഒരു ഡിപ്രിസിയേഷൻ എമൗണ്ട് അത് നമ്മളെ P&L പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. കമ്പനീൻ്റെ കേസിൽ ഈ ഡിപ്രിസിയേഷൻ സംഭവിക്കുന്ന അസറ്റ്സ് ഏതൊക്കെ ആയിരിക്കും? മെഷീനറി ഉണ്ടാവും അല്ലേ, അതുപോലെ അവിടുത്തെ വെഹിക്കിൾസ്, ഫർണിച്ചർ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. ഓക്കെ അല്ലേ? ഈ ഒരു പോർഷനിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട 2 മെത്തേഡ്സ് പറയുന്നുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. 2 റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് അതെന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ₹60,000 ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി. 5 ഇയേഴ്സ് അത് യൂസ് ചെയ്തു. അതിന് ശേഷം ₹10,000 ഞാനത് വിറ്റു. ഇവിടെ എനിക്ക് നഷ്ടം, ലോസ് എത്രയാണ് വരുന്നത്? യെസ്, ₹50,000 ആണ്. അത് യൂസ് ചെയ്ത 5 ഇയറിലേക്ക് ഈക്വലായിട്ട് വീതിക്കും. അതായത് 5 ഇയറിൽ ഓരോ വർഷത്തിലും 10,000 ലോസ് ആയ പോലെ. ഓക്കെ, അങ്ങനെ സെയിം എമൗണ്ട് ഈ യൂസ് ചെയ്ത കാലയളവിൽ ആ ഒരു പീരീഡിൽ സെയിം ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് സ്പ്രെഡ് ചെയ്യുന്നതിനാണ്, വീതിക്കുന്ന ഒരു രീതിയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഏതൊരു കുഞ്ഞി ബിസിനസ്സിനും ഒരു അക്കൗണ്ടൻറ്റിൻ്റെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്രിസിയേഷൻ മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലൂടെ കാണാമെന്നുള്ള ഇക്വേഷൻ നോക്കാം. കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എത്ര രൂപക്കാണോ അസറ്റ് വാങ്ങിയത് ആ ഒരു ടോട്ടൽ എമൗണ്ട് മൈനസ് സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ക്രാപ്പ് വാല്യൂ ആണ്. അതായത് നമ്മൾ റീസെല്ല് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയ്ക്ക് വിൽക്കുക? നമ്മൾ വാങ്ങിയ പൈസക്കല്ലല്ലോ വിൽക്കുക, സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് ആയില്ലേ, സെക്കൻഡ് ഹാൻഡ് അസറ്റ് ആയില്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ കുറവ് പൈസക്കാണ് വിൽക്കുക. അപ്പോൾ ആ ഒരു സ്ക്രാപ്പ് വാല്യൂ എത്ര രൂപക്കാണോ നമ്മൾ പിന്നെ റീസെല്ല് ചെയ്യുക, ആ ഒരു ഒറിജിനൽ പൈസയിൽ നിന്നും കുറവായിരിക്കും ആ ഒരു എമൗണ്ട്. അത് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്. നമ്മൾ എത്രത്തോളം കാലമാണോ ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു അസറ്റ് യൂസ് ചെയ്തത്, ഈ നമ്പർ ഓഫ് ഇയേഴ്സ്, അതാണ് എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് എന്നുള്ളിടത്ത്
എഴുതേണ്ടത്. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്, ഡിപ്രിസിയേഷനിലെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന് സം അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, സിംപ്ലിസിറ്റി ആൻഡ് ഈസ് ഓഫ് യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എക്സ്പേർട്ട് പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഒരു സ്മാൾ ബിസിനസ്സിനൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കാരണം അത് കമ്പ്യൂട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുക. ഞാനൊരു കമ്പ്യൂട്ടർ വാങ്ങി ₹50,000. 5 ഇയേഴ്സാണ് ഞാനത് യൂസ് ചെയ്തത്. അതിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈച്ച് ഇയറിലും ആ ഒരു 5 ഇയേഴ്സിലും ഈക്വൽ എമൗണ്ടാണ് ചാർജ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ₹10,000 ആണ് ഈച്ച് ഇയറിലും ചാർജ് ചെയ്യുന്നത് എങ്കിൽ ₹10,000 × 5 ഇയേഴ്സിലേക്കും നമ്മൾ അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ എത്രയായി? 50,000. ഈസിയാണല്ലേ? ഓക്കെ, സെക്കൻഡ് അഡ്വാൻറ്റേജസ്, predictability and consistency. It allows for easier financial planning and budgeting. സെയിം എമൗണ്ട് ഈച്ച് ഇയറിലും ചാർജ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫിനാൻസ് എങ്ങനെ ആയിരിക്കും, നമ്മളെ ആ ഒരു ബഡ്ജറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, എത്ര ഇതിൽ എക്സ്പെൻസ് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ബഡ്ജറ്റിങ്ങിനും ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് തേർഡ് വൺ, ഈക്വൽ അലോക്കേഷൻ ഓഫ് കോസ്റ്റ്. ഇതിൽ ഉണ്ടായ എക്സ്പെൻസസിനെ മീറ്റ് ചെയ്യാൻ ആ അസറ്റ് കൊണ്ടുണ്ടായ ഏർണിങ്സ്, ആ ഒരു അസറ്റ് കൊണ്ടുണ്ടായ ഏർണിങ്സ്, അതായത് അതിൽ നിന്നുണ്ടായ റവന്യൂ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡെലിവറി ട്രക്ക് അത് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട് 5 ഇയേഴ്സായിട്ട്. അപ്പോൾ 5 ഇയേഴ്സാണ് അതിൽ ഡിപ്രിസിയേഷൻ വരികയും ചെയ്യുക. ടൈമിനനുസരിച്ചാണല്ലോ ഡിപ്രിസിയേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് സ്പ്രെഡ് ചെയ്യുക 5 ഇയേഴ്സിനേക്കാണ്. അയാൾ ആ ഒരു 5 ഇയേഴ്സ് കൊണ്ട് ഏൺ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ആ ഒരു ഡെലിവറി ട്രക്ക് കൊണ്ട്. സോ അത് ഇൻകം ആൻഡ് എക്സ്പെൻസ് യോജിപ്പിച്ച് നിർത്തും. ഓക്കെ, നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, അൺറിയലിസ്റ്റിക് അസംഷൻസ്. Some assets might experience higher depreciation in the early years, while others may have a more rapid decline in later years. അതായത് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന നേരം ഈച്ച് ഇയറിലേക്കും നമ്മൾ എത്രത്തോളം കാലം യൂസ് ചെയ്തോ ആ ഒരു ഇയറിലേക്കൊക്കെ സെയിം ഡിപ്രിസിയേഷൻ എമൗണ്ട് അല്ലേ ചാർജ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ ഇയറിലും സെയിം ആയിട്ടല്ലല്ലോ ആ ഒരു അസറ്റിനെ നമ്മൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് ഇയറിൽ ചിലപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും, ലാസ്റ്റ് ഇയറിലേക്ക് നമ്മൾ തീരെ യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവാം. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു കാറ് അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കൂടുതൽ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവാം, കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവാം. ബട്ട് ഇറ്റ് സ്പ്രെഡ്സ് ദ ലോസ് ഈക്വലി. പക്ഷേ ഇത് ലോസ്, ആ ഒരു ഡിപ്രിസിയേഷന് സ്പ്രെഡ് ചെയ്യുന്നേരം ഈക്വലായിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ ഡിപ്രിസിയേഷന് കിട്ടൂല. ഓക്കെ, സെക്കൻഡ് പോയിൻറ്റ്, inaccurate reflection of asset value. The straight line method may not accurately represent the asset's actual value at any given point in time. ഈ ഒരു കാരണം കൊണ്ട് ഇത് affect the financial reporting and decision making process. അതായത് ഈ ഒരു ബാലൻസ് ഷീറ്റിൽ കാണിച്ച എമൗണ്ടും ബാലൻസ് ഷീറ്റിലുള്ള ബുക്ക് വാല്യൂവും അതുപോലെ മാർക്കറ്റ് വാല്യൂവും, അതായത് റിയൽ വാല്യൂ, അസറ്റിൻ്റെ റിയൽ വാല്യൂവും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ, ടാക്സ് ഇംപ്ലിക്കേഷൻ. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് മേ നോട്ട് പ്രൊവൈഡ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജസ് ടാക്സ് ബെനിഫിറ്റ്. ഈ ഒരു മെത്തേഡല്ല വേറെ ഏതെങ്കിലും മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് ടാക്സ് ബെനിഫിറ്റ്സ് കൂടുതലായിട്ട് കിട്ടുന്നു. ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടാറില്ല. അതായത് സം ടാക്സ് സിസ്റ്റംസ് ഗിവ് മോർ ബെനിഫിറ്റ് ഇഫ് യു ആർ അതർ മെത്തേഡ്. നമ്മൾ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടാക്സ് സിസ്റ്റം ടാക്സ് ബെനിഫിറ്റ് മോറായിട്ട് തരുമായിരുന്നു. ഇതും ഒരു അഡ്വാൻറ്റേജാണ്.
നെക്സ്റ്റ് വൺ, ഇഗ്നോറിങ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മളെ സ്മാർട്ട് ഫോണ്, കമ്പ്യൂട്ടറൊക്കെ പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആവും. 5 ഇയേഴ്സിന് സെയിം എമൗണ്ട് ഡിപ്രിസിയേഷൻ ചുമത്തുകയാണെങ്കിൽ മേ ബി അത് 2 ഇയർ കൊണ്ട് തന്നെ ആ ഒരു അസറ്റ്, ഈ സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ടാകും. സോ ഇത് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ്, അതായത് ഡിപ്രിസിയേഷൻ്റെ സെക്കൻഡ് മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓർ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് or reducing balance method. The return down value method is an accounting approach used to calculate depreciation by applying a fixed percentage rate to the diminishing book value of a fixed asset, resulting in a decreasing depreciation expense each accounting period. അതായത് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഈച്ച് ഇയറിലും അപ്ലൈ ചെയ്യുക. അതായത് ഫസ്റ്റ് മെത്തേഡിൽ, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഈച്ച് ഇയറിലും സെയിം എമൗണ്ട്, ഈക്വൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ കാണിച്ച സമയത്ത് ഇവിടെ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത്. ഫിക്സഡ് പെർസെൻറ്റേജിൽ ഡിപ്രിസിയേഷൻ കാണിക്കുന്നത്. പിന്നെ ദ പെർസെൻറ്റേജ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ റിമൈനിങ് വാല്യൂ, നോട്ട് ദ ഒറിജിനൽ കോസ്റ്റ്. നമ്മൾ എത്ര രൂപക്കാണോ അസറ്റ് വാങ്ങിയത് ആ എമൗണ്ടിലല്ല, എമൗണ്ടിൻ്റെ മുകളിലല്ല ഈച്ച് ഇയറിലും പെർസെൻറ്റേജ് ചുമത്തേണ്ടത്. പകരം റിമൈനിങ് വാല്യൂസിൻ്റെ മുകളിലാണ്. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുന്ന സമയത്ത് അത് ക്ലിയർ ആകും. ഇങ്ങനെ വരുന്നത് കൊണ്ട് റിമൈനിങ് വാല്യൂവിൻ്റെ മുകളിൽ ഡിപ്രിസിയേഷൻ, അതായത് ആ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് കാണിക്കുന്നത് കൊണ്ട് ഈച്ച് ഇയറിലും എവറി ഇയറിലും ഈ ഒരു ഡിപ്രിസിയേഷൻ ഡിക്രീസ് ആയിട്ട് വരും. അതായത് ഫസ്റ്റ് ഇയർത്തെ ഡിപ്രിസിയേഷൻ എമൗണ്ടിനേക്കാൾ കുറവായിരിക്കും സെക്കൻഡ് ഇയർത്തെ ഡിപ്രിസിയേഷൻ എമൗണ്ട്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഒരു മെഷീനറി 10 lakhന് ഒരു മെഷീനറി വാങ്ങി, അതിന് ഡിപ്രിസിയേഷൻ 20%, ആ ഫിക്സ്ഡ് പെർസെൻറ്റേജ് 20% അപ്ലൈ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ എമൗണ്ട് നോക്കുന്ന സമയത്ത് 10 lakhൻ്റെ 20% ഫിസിക്കൽ ടു എത്രയാണ്? 10 lakhൻ്റെ 20% പറയുന്ന സമയത്ത് ₹20,000. ഓക്കെ, അപ്പോൾ 10 lakhന്നും 20,000 പോയാൽ റിമൈനിങ് വാല്യൂ എത്രയായിരിക്കും? 80,000. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ ആ റിമൈനിങ് വാല്യൂവിൻ്റെ മുകളിലാണ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള 20% കാണേണ്ടത്. അപ്പം ₹80,000ൻ്റെ 20% എത്രയാ? 16,000. ഓക്കെ, 16,000. പിന്നീട് നെക്സ്റ്റ് ഇയറിൽ 80,000ൽ നിന്നും 16,000 മൈനസ് ചെയ്താൽ റിമൈനിങ് വാല്യൂ എത്രയാണോ വരിക ആ റിമൈനിങ് വാല്യൂവിൻ്റെ മുകളിലാണ് 20% കാണേണ്ടത്. നമ്മൾ ഇവിടെ ഫസ്റ്റ് ഡിപ്രിസിയേഷൻ എമൗണ്ട് 20% ₹20,000 ആയിരുന്നു. നെക്സ്റ്റ് ഇയറിൽ അത് 16,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഈച്ച് ഇയറിലും നമ്മുടെ ഡിപ്രിസിയേഷൻ കുറഞ്ഞു വരികയാണ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഏർലി എക്സ്പെൻസ് റിക്കഗ്നിഷൻ. ഇവിടെ ഒരു അസറ്റിൻ്റെ വലിയ ഭാഗം തന്നെ ചിലവായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അസറ്റ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകുമ്പോൾ അതിന് മുന്നേ തന്നെ കമ്പനിക്ക് കൂടുതൽ എക്സ്പെൻസ് കാണിക്കാൻ ഈ മെത്തേഡിന് സാധ്യമാവുന്നുണ്ട്. സപ്പോസ് ഒരു കമ്പനി 10 lakhന് മെഷീൻസ് വാങ്ങി, ഡിപ്രിസിയേഷൻ റേറ്റ് ഫിക്സഡ് പെർസെൻറ്റേജിൽ 40% ആണ് പെർ ഇയർ. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 1 lakhൻ്റെ 40% എന്ന് പറയുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ ₹40,000 ആണ്. നെക്സ്റ്റ് ഇയറിൽ ഡിപ്രിസിയേഷൻ വരുന്നത് 24,000 ആണ്. അതായത് ഫസ്റ്റ് ഇയറിലാണ് കൂടുതൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. അതായത് നമുക്ക് ലോസ് ആണല്ലോ, അപ്പോൾ അത് കാണിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ചിലവുകൾ കാണിക്കുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ലാഭം കുറഞ്ഞതായിട്ടാണല്ലോ കാണിക്കുന്നത്. അതിലൂടെ നികുതി കുറയും. ഇതുപോലുള്ള മെഷീൻസ് ആദ്യ വർഷങ്ങളിൽ കൂടുതൽ പ്രൊഡക്ഷൻ കൊടുക്കുന്നതാണ്. അതിനാൽ ആ സ്റ്റേജിൽ ചിലവുകൾ മാച്ച് ചെയ്യുന്നത് മോർ റിയലിസ്റ്റിക് ആണ്. ഓക്കെ അല്ലേ? ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ്, ഓവർ സ്റ്റേറ്റഡ് അസറ്റ് വാല്യൂ ഇൻ ലേറ്റർ ഇയേഴ്സ്.
The asset's net book value may be overstated in later years of its useful life. അതായത് എക്സാമ്പിൾ നോക്കാം. ₹50,000 കമ്പ്യൂട്ടർ വാങ്ങി, ഒരു കമ്പനിയിലേക്ക് ₹50,000 കമ്പ്യൂട്ടർ വാങ്ങി. ആഫ്റ്റർ 5 years റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് യൂസ് ചെയ്ത് ബുക്ക് വാല്യൂ കാണിക്കുന്നത് ₹5,000 ആണ്. ഓക്കെ, ഡിപ്രിസിയേഷനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത് ₹5,000 ആണ്. പക്ഷേ നമുക്ക് 10 years പഴക്കമുള്ള കമ്പ്യൂട്ടർ ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. റിയൽ ലൈഫിൽ യൂസ്ഫുൾ അല്ലാതിരിക്കെ അസറ്റിൻ്റെ വാല്യൂ അക്കൗണ്ടിൽ കാണിക്കുന്നു. അതുകൊണ്ട് അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, സെക്കൻഡ്, ഇൻകൺസിസ്റ്റൻറ്റ് എക്സ്പെൻസ് റിക്കഗ്നിഷൻ. വാരിയിങ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആണ് ഈച്ച് പീരീഡിലും അല്ലേ, ഈച്ച് ഇയറിലും ഡിപ്രിസിയേഷൻ ഡിഫറെൻ്റ് ആണ്. ദിസ് ക്യാൻ മേക്ക് ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഇയർ ഓവർ ഇയർ കമ്പാരിസൺ മോർ ചലഞ്ചിങ്. ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഓരോ ഇയർത്തെയും ഫിനാൻഷ്യൽ കപ്പാസിറ്റി കമ്പയർ ചെയ്യാനാവില്ല. ഓക്കെ, ഇയർലി പ്രോഫിറ്റ് കമ്പയറിങ് നടക്കൂല. ഈച്ച് ഇയറിലും ഡിപ്രിസിയേഷൻ ഫിക്സ്ഡ് അല്ലാത്തതുകൊണ്ട്, സെയിം ഈക്വൽ അല്ലാത്തതുകൊണ്ട്. സോ ബഡ്ജറ്റ് പ്ലാനിങ്ങിനും ഇത് ഹെൽപ്ഫുൾ അല്ല. ഇതും അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ ലിമിറ്റഡ് അപ്ലിക്കബിലിറ്റി, നോട്ട് സ്യൂട്ടബിൾ ഫോർ ആൾ ടൈപ്പ് ഓഫ് അസറ്റ്. എല്ലാ അസറ്റിനും ഇത് സ്യൂട്ടബിൾ അല്ല. വാല്യൂ നോട്ട് റെഡ്യൂസ്ഡ് ടു സീറോ. ഇത് സീറോയിലേക്ക് വാല്യൂ പോകുന്നില്ല. ഇറ്റ്സ് നോട്ട് റെഡ്യൂസ് ദ അസറ്റ്സ് വാല്യൂ ടു സീറോ വിത്തിൻ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. ഓക്കെ, ഇനി ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. എ കാർ ഈസ് പർച്ചേസ്ഡ് ഫോർ ₹10 lakhs. കാൽക്കുലേറ്റ് ഡിപ്രിസിയേഷൻ ആസ് പെർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലും കാണാം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും കാണണം. അറ്റ് 15% പെർ ആനം ഫോർ ദ ഫസ്റ്റ് 5 years. ഓക്കെ, ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നോക്കാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫോർമുല പറഞ്ഞത് കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ആയിരുന്നു. പക്ഷേ ഇവിടെ ലൈഫ് ബേസ്ഡ് ഡിവിഷന് പകരം 15% എന്ന് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് 15% എന്ന് ക്വസ്റ്റ്യനിൽ തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 10 lakh ഇൻറ്റു 10 lakhൻ്റെ 15% കണ്ടാൽ മതി. 10 lakh ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 1,50,000. ഓക്കെ, ഡിപ്രിസിയേഷൻ ഈച്ച് ഇയറിലും സെയിം ആയതുകൊണ്ട്, ഈക്വൽ ആയതുകൊണ്ട് ഈച്ച് ഇയറിലും 15,000 ആഡ് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈച്ച് ഇയറിലും ഫിക്സഡ് പെർസെൻറ്റേജിലാണ് ഡിപ്രിസിയേഷൻ കാണേണ്ടത്. ഓക്കെ, അതായത് റിമൈനിങ് വാല്യൂസിൻ്റെ മുകളിൽ 15% കാണുക. ആ സമയത്ത് ഈച്ച് ഇയറിലും എവറി ഇയറിലും നമ്മുടെ ഡിപ്രിസിയേഷൻ കുറഞ്ഞ് പോവാണ് ചെയ്യുക. ടേബിളിലേക്ക് നോക്കുക. ഫസ്റ്റ് 10 lakhൻ്റെ 15% 1,50,000 ആണ്. ദെൻ 10 lakhൽ നിന്നും 1,50,000 മൈനസ് ചെയ്താൽ ബാലൻസ് റിമൈനിങ് വാല്യൂ ആയിട്ട് 8,50,000 ആണ്. ആ റിമൈനിങ് വാല്യൂ ആയിട്ടുള്ള 8,50,000 നിന്നും 15% അല്ലേ ഡിപ്രിസിയേഷൻ. അങ്ങനെ വരുന്ന സമയത്ത് 1,27,500 ആണ് വരിക. 8,50,000 നിന്നും 1,27,500 മൈനസ് ചെയ്യുന്ന സമയത്ത് റിമൈനിങ് വാല്യൂ 7,22,500 വരും. പിന്നീട് അതിൻ്റെ 15% ആണ് കാണേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഡിപ്രിസിയേഷൻ കുറഞ്ഞ് വരികയാണ്. ഓക്കെ, ഇതാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് കൂടിയുണ്ട്, അമോർട്ടൈസേഷൻ. ഇതുകൂടി കഴിഞ്ഞാൽ ഈ ലെസൺ കംപ്ലീറ്റ് ആകും. അമോർട്ടൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്പ്രെഡിങ് ദ കോസ്റ്റ് of an asset over its useful life. It is used in both accounting and finance. In accounting ആണെങ്കിൽ ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റിനാണ്.
ഇൻ ഫിനാൻസിലാണെങ്കിൽ ഫോർ ലോൺ റീപേയ്മെൻറ്റ്സിനൊക്കെയാണ്. ഓക്കെ, അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ലൈക്ക് ഡിപ്രിസിയേഷൻ പോലെ തന്നെയാണ്, ബട്ട് ഫോർ ദ ഇൻടാഞ്ചിബിൾ അസറ്റിനാണ്. ഓക്കെ, ഈ ഫിനാൻസിൻ്റെ കേസിലാണെങ്കിൽ ലോൺ റിഡക്ഷൻ പ്രോസസ് ഓവർ ടൈമിനാണ് നമ്മൾ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. In accounting, amortization is used to reduce the book value of an intangible asset over time. Intangible assets are assets that do not have a physical form, such as patents, trademarks and copyright. ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ഫിസിക്കൽ ഫോം ഉണ്ടാവില്ല. എക്സാമ്പിൾ പാറ്റൻസും ട്രേഡ് മാർക്സും കോപ്പിറൈറ്റ്സും. ദേ ഹാവ് എ ലിമിറ്റഡ് യൂസ്ഫുൾ ലൈഫ് ആൻഡ് ദെയർ വാല്യൂ ഡിക്ലൈൻസ് ഓവർ ടൈം. Amortization is used to match the expense of the asset to the revenue it generate. Amortization യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഇൻടാഞ്ചിബിൾ അസറ്റ്, ആ ഒരു അസറ്റിൽ നിന്ന് നമുക്കുണ്ടാകുന്ന റവന്യൂയും അതുപോലെ ആ ഇയറിൽ നമുക്ക് വരുന്ന ലോസ്, അതായത് അമോർട്ടൈസേഷനും മാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. എ കമ്പനി ബൈസ് എ പാറ്റൻറ്റ് ഫോർ rupees 10 lakh. The patent has a useful life of 10 years. The company would amortize the patent over 10 years. 10 yearsനേക്ക് അമോർട്ടൈസ് ചെയ്യണമല്ലോ. ഓക്കെ, ഈച്ച് ഇയറിലും ₹1 lakh ലോസ് ആയിട്ട് അമോർട്ടൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. ഓക്കെ, ഇൻ ഫിനാൻസ് amortization is used to calculate the monthly payment on a loanന്റെ റീപേയ്മെൻറ്റ്. ഓക്കെ, the loan balance is amortized over the term of the loan, meaning that a portion of each payment goes towards paying down the principal and rest goes towards paying interest over time. A larger portion of each payment goes towards principal. ഇതിൽ അമോർട്ടൈസ് ചെയ്യുന്ന സമയത്ത് എ ലാർജർ പോർഷൻ ഓഫ് ഈച്ച് പേയ്മെൻറ്റ് പ്രിൻസിപ്പലിലേക്കാണ് പോവുക. ഓക്കെ, ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ, അതിലേക്ക് എ സ്മാളർ പോർഷൻ മാത്രമേ പോവുള്ളൂ. ഇന്ന് പഠിച്ചത് ഒന്ന് ഓവറോൾ നോക്കാം. ഡിപ്രിസിയേഷൻ എന്താണെന്ന് പറഞ്ഞു. ഡിപ്രിസിയേഷൻ്റെ 2 മെത്തേഡ്സ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡും അതിൻ്റെ ഫോർമുലയും ഒക്കെ പറഞ്ഞു. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പിന്നെ അമോർട്ടൈസേഷനും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.